ബിഗ് ബോസിലൂടെയാണ് ജാസ്മിൻ ജാഫർ താരമായി മാറുന്നത്. സോഷ്യൽ മീഡിയ താരമായ ജാസ്മിൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ്. അകത്തും പുറത്തും വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്ന താരമാണ് ജാസ്മിൻ. വിന്നറാകുമെന്ന് പലരും പ്രതീക്ഷിച്ചുവെങ്കിലും വിജയത്തിൻ്റെ തൊട്ടരികെ വരെ എത്താനേ ജാസ്മിന് സാധിച്ചിട്ടുള്ളൂ. ഇതിനിടെ ഇപ്പോഴിതാ ജാസ്മിനെ വിമർശിച്ച യുവതി രംഗത്തെത്തിയിരിക്കുകയാണ്. ശ്രുതി അനിൽ എന്ന കനേഡിയൻ മലയാളി യുവതിയാണ് താരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ പങ്കുവച്ച വ്ളോഗിലെ താരത്തിൻ്റെ പെരുമാറ്റമാണ് വിമർശിക്കപ്പെടുന്നത്. ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നടത്തിയ തായ്ലൻഡ് യാത്രയ്ക്കിടെ ഉണ്ടായ സംഭവമാണ് വിമർശനത്തിന് ആധാരം. യാത്രയ്ക്കിടെ അടുത്തിരുന്ന പെൺകുട്ടിയെ നോക്കാൻ ഗബ്രി ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. ഇതിനിടെ പെൺകുട്ടിയുടെ വീഡിയോയും ജാസ്മിൻ പകർത്തുന്നുണ്ട്. ഇതാണ് വിമർശിക്കപ്പെടുന്നത്. ശ്രുതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജാസ്മിനും ഗബ്രിയും തായ്ലൻഡിൽ പോയപ്പോൾ എടുത്ത വ്ളോഗിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ. ഇങ്ങനെ ഇവർ കാണിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത്. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഗബ്രിക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണം, അവളെ കാണണമെന്നതൊക്കെ ജാസ്മിന് അസൂയയുണ്ടാക്കുന്നുണ്ടെന്ന്. എന്നാൽ ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തത് മോശമായിപ്പോയി. 2 തവണ ആ പെൺകുട്ടി ജാസ്മിൻ്റെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. അതിനർത്ഥം തൻ്റെ വീഡിയോ എടുക്കുന്നത് ആ പെൺകുട്ടി മനസ്സിലാക്കിയെന്നാണ്. ഗബ്രി ജാസ്മിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ എടുക്കരുതെന്ന്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വീഡിയോ കണ്ടപ്പോൾ ഗബ്രി മറ്റുള്ളവരുടെ വീഡിയോ ചിത്രീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അത് വളരെ നല്ല കാര്യമാണ്. ചില ആളുകൾക്കുള്ള സിവിക് സെൻസ് മറ്റുള്ളവർക്കില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഗബ്രി അവളോട് പറയുന്നുണ്ട്, അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ എടുക്കുന്നത് നല്ലതല്ലെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് നുണ പറയുകയാണ്. ഇത് നാണക്കേടുണ്ടാക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മാന്യമായി പെരുമാറണം. കാര്യം, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങളുടെ രാജ്യത്തെ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം നാണം കെടാതിരിക്കുക. ഞാൻ കാനഡയിലാണ് ജീവിക്കുന്നത്. ഞാൻ മലയാളം സംസാരിക്കുന്നയാളാണ് എന്ന് കരുതി ഒരിടത്ത് പോയി അവിടെയുള്ളവർക്ക് മലയാളം അറിയില്ലെന്ന് പറഞ്ഞ് അവരുടെ കുറ്റം മലയാളത്തിൽ സംസാരിച്ചാൽ ബാക്കിയുള്ളവർ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ടോണിൽ നിന്നും അതും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട്. അതിനാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നാണക്കേടുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ബഹുമാനം നൽകി ബഹുമാനം വാങ്ങുക. ജാസ്മിനെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായി ഇഷ്ടമാണ്. ബിഗ് ബോസിലും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ കാണിച്ചത് ഇഷ്ടപ്പെട്ടില്ല. പിന്നാലെ ശ്രുതിക്ക് മറുപടിയായി ജാസ്മിൻ എത്തുകയായിരുന്നു. വിമർശനം താൻ ഉൾക്കൊള്ളുന്നുവെന്നും ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയായി മാറാനുള്ള ശ്രമം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഹേയ്, നിങ്ങൾ പറഞ്ഞത് മുഴുവനായും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി. ഞാൻ എന്നെ പ്രതിരോധിക്കുകയല്ല. പക്ഷേ തുറന്നൊരു ലോകത്തേക്ക് എക്സ്പോഷർ ഉള്ളൊരു പരിസരത്തല്ല ഞാൻ ജനിച്ചതും വളർന്നതും. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ എന്നേക്കാൾ മെച്ചപ്പെട്ട വ്യക്തിയാണ് ഇന്നത്തെ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആരോഗ്യകരമായ വിമർശനമായി ഉൾക്കൊള്ളുകയും അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെട്ടൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് ജാസ്മിൻ പറയുന്നത്.